എൻ്റെ കുഞ്ഞിനെ മാനസികമായി പീഡിപ്പിച്ചിട്ട് ഈ അവസ്ഥയ്ക്ക് ഞങ്ങൾ എത്തിച്ചതാണ്. പാലക്കാട് നാട്ടുകല്ലിൽ 14 വയസ്സുകാരിയായ ആഷിർ നന്ദ മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ആരോപണവുമായി ബന്ധുക്കൾ മുമ്പോട്ട് വന്നതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങൾ ഇതുവരേക്കും കെട്ടടങ്ങിയില്ല. ഇതിന് കാരണക്കാരായ അധ്യാപകരെ പിരിച്ചുവിട്ടിട്ട് എന്ത് കാര്യം? അവർക്ക് നൽകേണ്ടത് തക്ക ശിക്ഷയാണ് എന്നതാണ് ആഷിർ നന്ദയുടെ പിതാവ് നിറകണ്ണുകളോടെ പറഞ്ഞത്. തൻ്റെ മകൾക്ക് അത്ര വലിയ മനോവിഷമമാണ് ഇവർ എല്ലാവരും ചേർന്ന് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് അവൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിപ്പോയത്. പിഞ്ചു മനസ്സായതുകൊണ്ട് തന്നെ ഇത്തരമൊരു കുറ്റപ്പെടുത്തൽ ആ പൊന്നുമോൾക്ക് സഹിക്കാനായില്ല. ആഷിർ നന്ദ മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ തൻ്റെ കൂട്ടുകാരിയുടെ പുസ്തകത്തിൻ്റെ പിൻവശത്ത് തന്നെ വളരെ വലിയ മനോവിഷമത്തിലേക്ക് തള്ളിവിട്ട അധ്യാപകരുടെ പേരെഴുതി വച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് ആഷിർ നന്ദയുടെ സഹപാഠികൾ പറയുന്നത്. അതവർക്ക് ഇന്നലെയാണ് കണ്ടെത്താൻ കഴിഞ്ഞതും. പൊന്നുമക്കളെ, പരാജയമാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ആദ്യപടി. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചവരെല്ലാം വലിയ തോൽവികൾ ഏറ്റുവാങ്ങിയവരായിരുന്നു. ആ തോൽവികളാണ് പിന്നീട് അവർക്ക് വലിയ വിജയത്തിലെത്തുവാനുള്ള ഊർജം നൽകിയതും. മാർക്ക് കുറഞ്ഞപ്പോൾ കുട്ടിയെ ക്ലാസ് മാറ്റിയിരുത്തിയെന്നും ഇതിൽ ആഷിർ നന്ദയ്ക്ക് മനോവിഷമമുണ്ടായതായും കുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നു. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ അധ്യാപകർ കുട്ടികളുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ സമ്മതപത്രം എഴുതി വാങ്ങി എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ മാർക്ക് കുറയുകയാണെങ്കിൽ 8ാം ക്ലാസ്സിലേക്ക് ഇരിക്കാമെന്ന് ഒരു കുട്ടി എഴുതി കൊടുത്തതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മക്കളെ കൈ പിടിച്ചുയർത്തേണ്ടവർ തന്നെ അവരെ താഴ്ത്തിക്കെട്ടുന്നു എന്നുള്ള ഈ വാർത്ത വലിയ വിഷമം നൽകുന്നത് തന്നെ. മുമ്പും ഇത്തരത്തിൽ കുട്ടികളെ ഇകഴ്ത്തി പറഞ്ഞ് ഈ സ്കൂളിൽ പഠിച്ച മറ്റൊരു കുട്ടിയും മുമ്പേ ആത്മഹത്യ ചെയ്തിരുന്നു എന്നുള്ള വാർത്തകളും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. കുറ്റാരോപിതരായ അധ്യാപകരെയും ബന്ധപ്പെട്ടവരെയുമെല്ലാം നിസാരമായി ഒഴിവാക്കിയതുകൊണ്ട് എന്തു കാര്യം? ഇനി ഒരു അധ്യാപകനും ഇത്തരത്തിൽ കുട്ടികളോട് പെരുമാറാതിരിക്കുവാൻ വേണ്ടി ഇവർക്കെല്ലാം അർഹമായ ശിക്ഷയാണ് നൽകേണ്ടത്. അതാണ് ആഷിർ നന്ദയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ആവശ്യവും. നോക്കൂ, അറിവ് നുകരാനെത്തിയ പൊന്നുമക്കൾക്ക് മനോവിഷമത്തിൻ്റെ കയ്പ് നീർ നൽകിയ ഇവരെയെല്ലാം അധ്യാപകരെന്ന് വിശേഷിപ്പിക്കാൻ പാടുണ്ടോ? തീർച്ചയായും ഇനിയൊരു ആഷിർ നന്ദയ്ക്കും ഇത്തരമൊരു അവസ്ഥയും ഗതികേടും വരാതിരിക്കുവാൻ ശക്തമായ നടപടി തന്നെ ഈ കാര്യത്തിൽ അത്യാവശ്യമായി വരേണ്ടതാണ്. ടീച്ചേഴ്സ് അല്ല, സ്റ്റെല്ല ടീച്ചർ മോട്ടിവേറ്റ് അല്ല ചെയ്യുക, ഡിമോട്ടിവേറ്റ് ആണ് ചെയ്യുക. ആ ക്ലാസ്സിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ലെസ് സ്കോറേഴ്സ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങളെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവളുടെ ഫ്രണ്ടിൻ്റെ ബുക്കിൻ്റെ ബാക്കിലായിരുന്നു. എൻ്റെ കുഞ്ഞിനെ മാനസികമായിട്ട് പീഡിപ്പിച്ചില്ലാതാക്കിയവരെ നിയമത്തിന് മുമ്പ് കൊണ്ടുവന്നിട്ട് അവരെ ശിക്ഷിക്കണം. തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കണം. കാരണം എൻ്റെ കുഞ്ഞിനെ മാനസികമായി പീഡിപ്പിച്ചിട്ട് ഈ അവസ്ഥയ്ക്ക് ഞങ്ങൾ എത്തിച്ചതാണ്. അവൾ എത്രമാത്രം മാനസികമായിട്ട് സമ്മർദ്ദത്തിലായിരുന്നു. അതിന് ഇടവരുത്തിയവരെ എന്താണ് നാടിൻ്റെ നിയമം അനുസരിച്ച് ആ നിയമത്തിന് മുമ്പ് കൊണ്ടുവന്നിട്ട് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. സംഭവത്തിൽ സ്കൂളിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വിഷയം